എന്താ സാറേ, എന്താ കാര്യം? പറയാം. ആരാ ഗോമതി? ഞാന് നിങ്ങളോടൊന്ന് സംസാരിക്കാനുണ്ട്. ബലേട്ട 5 കിലോ അരി. ടമേട്ടാ ഒരു 5 കിലോ അരി എടുത്തു കൊടുക്കും. ബലേട്ട, ഇന്ദിരാ സ്റ്റോറുകാർ ഗോമതി സ്റ്റോറിനെ പൊട്ടിക്കാൻ നന്നായി ശ്രമിക്കുന്നുണ്ട്. ഇവിടുത്തെ ഇടപാടുകാരെയൊക്കെ അച്യുതവർമ്മ നേരിട്ട് വിളിക്കുക. എന്നെയും വിളിച്ചു, കുറെ ഓഫറും പറഞ്ഞു. ഇവിടുത്തെ കസ്റ്റമേഴ്സ് പലരും അങ്ങോട്ട് മാറിയിട്ടുണ്ട്. രാമേട്ടാ, നിങ്ങളും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പരസ്യമൊക്കെ ഒന്ന് കൂട്ടണം. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ, അങ്ങനെയൊക്കെയുള്ള നമ്പർ ഇറക്കണം. അങ്ങനെയുള്ള കച്ചവടമൊന്നും വേണ്ട മുകുന്ദ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആൾക്കാരൊക്കെ വിട്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല. എന്നാ ശരി. അച്ഛാ, പുള്ളിക്കാരൻ പറഞ്ഞാലും കാര്യമുണ്ട്. കുറച്ച് പബ്ലിസിറ്റി കൂടെ നോക്കിയാലേ കാര്യങ്ങളൊക്കെ നടക്കും. ആൾക്കാർ പറഞ്ഞും മനസ്സിലാക്കിയും കിട്ടുന്ന പബ്ലിസിറ്റി മതി. ഇനി അതല്ല, ഇല്ലാത്തതൊക്കെ കൂടി പൊലിപ്പിച്ച് പറഞ്ഞ് ആളെ പിടിക്കാനാണെങ്കിൽ അതെന്റെ കാലശേഷം അയക്കും. എന്തു പറഞ്ഞാലും നീ ഇങ്ങനെ വിഷമമുണ്ടാക്കുന്ന രീതിയിൽ മറുപടി പറയാതെ ബാല. കാലത്തിനൊത്തുള്ള ചില മാറ്റങ്ങളും നല്ലതാ. പക്ഷെ നിനക്കിത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ആ രീതി പറഞ്ഞാ പോരെ. മറ്റുള്ളവരെ നോവിക്കുന്ന രീതിയിൽ സംസാരിക്കാതെ. എനിക്കറിയാം, ദേവിയുടെ പ്രശ്നവും ധർമ്മൻ കട തുടങ്ങിയതും ഒക്കെ കൂടി നിന്റെ മനസ്സിനെ വല്ലാതെ ബാധിച്ചിരിക്കുക. നീ ഒന്ന് ചിരിച്ചു കണ്ട കാലം മറന്നു. സംസാരവും കുറവ്. അഥവാ എന്തെങ്കിലും പറഞ്ഞാൽ അതിങ്ങനെയാവും. ബാല, വിഷമങ്ങളൊക്കെ ഒരു ദിവസം മാറും. നീയാണ് ശരിയെന്ന് ഒരു ദിവസം എല്ലാരും മനസ്സിലാക്കും. എന്നെ ആരും മനസ്സിലാക്കണമെന്നൊന്നുമില്ല രാമേട്ട. വരാനുള്ളതൊക്കെ അനുഭവിക്കാൻ ഞാൻ തയ്യാറായി കഴിഞ്ഞു. അച്ഛാ, പോലീസ് വണ്ടിയാണല്ലോ. ഗോമതി സ്റ്റോർ. നിങ്ങളാണോ ഗോമതി സ്റ്റോർ ബാലൻ? അതെ മാഡം. കാര്യം എന്താ? ഇവരാരാ? ഇത് രാമേട്ടൻ, സ്റ്റാഫാ. ഇതെന്റെ മകൻ ആനന്ദ്. ഓ, ഇതാണല്ലേ ആനന്ദ്. അച്ഛനും മോനും ഒറ്റ കെട്ടാണല്ലോ. അത് നന്നായി. ഒരു ആകാശ്, ആര്യൻ, അവരൊക്കെ എവിടെയാ? മേഡം, കാര്യം എന്താണെന്ന് വെച്ചാ പറയും. ആദ്യം ചോദിച്ചതിന് ഉത്തരം പറ. ആര്യനും ആകാശവും ഒക്കെ എവിടെ? മാഡം, ആര്യൻ ഫുഡ് ഡെലിവറി ബോയാണ്. ആകാശ് ഡീലറെ കാണാനും ബാങ്കിലും ഒക്കെ ആയിട്ട് പോയേക്കോ. അപ്പോ അവര് പിന്നീട് കസ്റ്റഡിയിലെടുക്കാം. ഇപ്പോ നിങ്ങൾ രണ്ടുപേരും വന്ന് ജീപ്പിൽ കയറും. നമുക്ക് സ്റ്റേഷനിലോട്ട് പോവാം. അച്ഛാ, സ്ത്രീ പീഡനത്തിനും ഗാർഹിക പീഡനത്തിനും ഒക്കെ ആയിട്ട് നിങ്ങൾ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുക്കുക. ഗാർഹിക പീഡനോ? രാമേട്ട, അതുല്യ, നിങ്ങളുടെ മരുമകൾ ദേവി, ആ കുട്ടി പോയി വീട്ടിലുണ്ടോ? ഇല്ല സാറേ. പിന്നെ എവിടെ പോയി?
അവളുടെ വീട്ടില്. ആ കുട്ടി താമസിക്കേണ്ടത് ഈ വീട്ടിലല്ലേ? പിന്നെന്താ ഇവിടുന്ന് പോയത്? ഇവിടെ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി സാറേ. അതിന്റെ ദേഷ്യത്തിൽ കുറച്ചു ദിവസം അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ ഞാൻ തന്നെയാ പറഞ്ഞത്. എന്ത് പ്രശ്നം? ചോദിച്ചത് കേട്ടില്ലേ? എന്തായിരുന്നു പ്രശ്നം? അത് ഞാൻ സംശയിച്ചത് ശരിയാ. ആ പെൺകുട്ടിയോട് ചെയ്യാവുന്ന ദ്രോഹങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് പറഞ്ഞയച്ചത്. ദ്രോഹോ? ദേവിയോടോ? അതെ, ദേവിയോട് തന്നെ. സമയത്ത് ഭക്ഷണം കൊടുത്തില്ല. വീട്ടുജോലികൾ മുഴുവൻ അവളെ കൊണ്ട് ചെയ്യിച്ചു. ചെറിയ കാര്യത്തിന് അപമാനിച്ചു, ഉപദ്രവിച്ചു. ശാരീരികമായും മാനസികമായും നിരന്തരം പീഡിപ്പിച്ചു. അവസാനം സഹിക്കാൻ പറ്റാതായപ്പോ വീട്ടുകാർ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. ഇതാണല്ലേ നിങ്ങൾ പറഞ്ഞ വീട്ടിലെ പ്രശ്നം? ഇതൊന്നും സത്യമല്ല സാറേ. ഇത് മുഴുവൻ കള്ളോ. ഇങ്ങനെയൊന്നും ഈ വീട്ടിൽ നടന്നിട്ടില്ല. പിന്നെന്താ നടന്നത്? ഞങ്ങളല്ല അവളെ ചതിച്ചത്. അവളും അവളുടെ വീട്ടുകാരും ഞങ്ങളെയാ ചതിച്ചത്. കള്ളം പറഞ്ഞു ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചൊക്കെയാ ഈ കല്യാണം പോലും നടത്തിയത്. ആഹാ, അവര് നിങ്ങളെ ചതിച്ചു. അതുകൊണ്ട് നിങ്ങൾ ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചു. ഇപ്പൊ കുറ്റം അവരുടേതായി. കൊള്ളാം. അയ്യോ, അങ്ങനെയല്ല സാറേ. ഞങ്ങൾ ആരും ദേവിയെ ഉപദ്രവിച്ചിട്ടില്ല. അവര് പരാതി കൊടുത്തു കഴിഞ്ഞപ്പോ ഇപ്പൊ തിരിച്ച് അവരെ പ്രതിയാക്കാനുള്ള പരിപാടിയാണല്ലേ? അയ്യോ, ഞങ്ങൾ ആരോടും പരാതി പറയാൻ പോയിട്ടില്ല സാറേ. ഒരു കേസ് ഞങ്ങൾ കൊടുത്തിട്ടില്ല. എന്നിട്ടും മതി. അവര് പരാതി കൊടുത്തു കഴിഞ്ഞപ്പോ ഇപ്പൊ തിരിച്ച് അവരെ പ്രതിയാക്കാനുള്ള പരിപാടിയാണല്ലേ? അയ്യോ, ഞങ്ങൾ ആരോടും പരാതി പറയാൻ പോയിട്ടില്ല സാറേ. ഒരു കേസ് ഞങ്ങൾ കൊടുത്തിട്ടില്ല. എന്നിട്ടും മതി. ഇത്തരം കേസുകൾ പിടിക്കപ്പെടുമ്പോ എല്ലാവരും ഇത് തന്നെയാ പറയുന്നത്. മരുമകളെ സ്വന്തം മോളെ പോലെ തന്നെയാ നോക്കിയത്. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, അവളും വീട്ടുകാരും ചതിച്ചു. ഈ കഥയൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ നമ്പറൊന്നും എന്റെ അടുത്ത് വേണ്ട. മാഡം, അപ്പച്ചി അങ്ങനെയുള്ള ആളല്ല. ദേവിയെടുത്ത് സ്വന്തം മോളെ പോലെ അപ്പച്ചി നോക്കിയത്. കേട്ടോ? നീ ആരാ? ഞാൻ ഈ വീട്ടിലെ മരുമകളാ. ആരുടെ ഭാര്യ? ആര്യന്റെ. ഇവളാരാ? ഇത് അനുശ്രീ, അപ്പച്ചിയുടെ മോളാ. മാഡം, ഞങ്ങളും ദേവിയെടുത്ത് സ്വന്തം ചേച്ചി പോലെ തന്നെ കണ്ടത്. ആരും എടുത്ത് ഉപദ്രവിച്ചിട്ടില്ല. മോളെപ്പോഴും അമ്മയ്ക്ക് അനുകൂലമായിട്ടല്ലേ സംസാരിക്കൂ. ചില മരുമക്കള് അമ്മായി അമ്മമാര് മറ്റുള്ളവരോട് എന്ത് ദ്രോഹം ചെയ്താലും അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് തന്നെയാ ദേവി ഇവിടുന്ന് പറഞ്ഞയച്ചത് അല്ലേ? അല്ല, ഏടത്തെ ആരും പറഞ്ഞയച്ചതൊന്നും അല്ല. നിന്റെ അമ്മ തന്നെയാണ് പോകാൻ പറഞ്ഞതെന്ന് ഇപ്പൊ പറഞ്ഞല്ലോ. അത് അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ സാറേ. അല്ലാതെ അവളുടെ ജീവിതം നശിപ്പിക്കാനൊന്നുമല്ല. കേസാകുമ്പോ എല്ലാ സ്ത്രീ പീഡനക്കാരും ഇത് തന്നെയാ പറയുന്നത്. സ്വന്തം മോളെ പോലെയാ നോക്കിയത്, ദേഷ്യത്തിൽ പറഞ്ഞതാണ്, ഉപദ്രവിച്ചിട്ടില്ല. എന്തായാലും എന്റെ സ്റ്റേഷൻ പരിധിയില് ഒരു പെണ്ണും ഇങ്ങനെ പീഡനം അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ബാക്കിയെല്ലാം സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞാ മതി. അയ്യോ, മോളെ സ്റ്റേഷനിലേക്കോ? അതെ, എല്ലാവരും ഞങ്ങളോടൊപ്പം വരണം. സാറ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് എങ്ങോട്ടും വരാൻ പറ്റില്ല. നിങ്ങൾ സ്റ്റേഷനിലേക്കൊന്ന് വരുമെന്ന് റിക്വസ്റ്റ് ചെയ്യാൻ വന്നതല്ല ഞാൻ. മര്യാദയ്ക്ക് ഞങ്ങളുടെ കൂടെ വന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. മാഡം, ഞങ്ങൾ പറയുന്ന ഒന്ന് വിശ്വസിക്കണം. ഞങ്ങൾ ആരും ദേവിയെടുത്ത് ഉപദ്രവിച്ചിട്ടില്ല. പറയാനുള്ളതൊക്കെ ഇനി സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. ഇപ്പൊ ഇറങ്ങിക്കോ. ഈശ്വര, എനിക്ക് ബാലേട്ടനെ ഒന്ന് വിളിക്കണം. അപ്പച്ചി,
അച്ഛനോടൊന്ന് സംസാരിച്ചോട്ടെ. ഇപ്പൊ ആരെയും വിളിക്കണ്ട. സാറേ, എനിക്ക് ബാലേട്ടനോടൊന്ന്. സ്റ്റേഷനിലെത്തിയിട്ട് സംസാരിക്കാം. നിങ്ങളുടെ ഭർത്താവും മക്കളൊക്കെ അവിടെ വരും. അയ്യോ, ബാലേട്ടനും മക്കളും. പരാതി നിങ്ങൾക്കെതിരെ മാത്രമല്ല, വീട്ടിലെ എല്ലാവർക്കും എതിരെയാ. എല്ലാവരും ഈ കേസിലെ പ്രതികളാ. അയ്യോ, അപ്പൊ അച്ഛനും ആനന്ദേട്ടനും എല്ലാവർക്കും എതിരെയാ പരാതി. അവിടെ അവരെ കൊണ്ടുവരാൻ ഞങ്ങളുടെ മറ്റൊരു ടീം പോയിട്ടുണ്ട്. സാറേ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. മര്യാദയ്ക്ക് വന്ന് വണ്ടി കയറ്, അല്ലെങ്കിൽ ബലം പ്രയോഗിക്കേണ്ടി വരും. ഇവരെ പിടിച്ച് ജീപ്പി കയറ്റേ. അയ്യോ, വേണ്ട ചേച്ചി. വേണ്ട. ശ്രീദേവി വിവാഹം ചെയ്ത് കൊണ്ടുവന്ന അന്നു മുതൽ നിങ്ങൾ അവളെ പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പരാതി. സ്ത്രീധനം കിട്ടിയത് പോരാ, ഭംഗി കുറവാണ്, മോഡേൺ അല്ലെന്നൊക്കെ പരിഹസിച്ച് അവളെ നിങ്ങൾ മാനസികമായിട്ട് തളർത്തി. ആ വീട്ടിലെ സകല ജോലികളും നിങ്ങൾ ശ്രീദേവിയെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. ജോലി ചെയ്ത് ക്ഷീണിച്ചിരുന്നാല് നിങ്ങൾ അവളെ തൊഴിക്കും അടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അയ്യോ, എന്താ? നിങ്ങൾ ആരും അവളുടെ മുഖത്ത് നോക്കുകയോ മര്യാദയ്ക്ക് വർത്താനം പറയുകയോ ചെയ്യാറില്ല. നിങ്ങൾ അവളുടെ അച്ഛനെ കുറിച്ചും വീട്ടുകാരെ കുറിച്ചും എപ്പോഴും ആക്ഷേപം കലർന്ന രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. അയ്യോ, എന്തായാലും കുറെ നാള് കുടുംബസമേതം അഴിയെണ്ണാനുള്ള വകുപ്പായിട്ടുണ്ട് നിങ്ങൾക്ക്. മാഡം, മാഡം ഇതെന്താ പറയുന്നേ? ബാലിനെ പോലെ ഇത്രയും നന്മയുള്ളൊരു മനുഷ്യനെ അമ്മായി അച്ഛനായും ഗോമതിയെ പോലെ ഒരു അമ്മായി അമ്മയും ഒരാൾക്കും കിട്ടില്ല. ദേവിയുടെ വീട്ടുകാർ കള്ളം പറഞ്ഞാണ് ഈ പാവങ്ങളെ പറ്റിച്ചത്. ഇവർ മാന്യരും മര്യാദക്കാരും ആയതുകൊണ്ടാ കൂടുതൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ ആ പെൺകുട്ടിയെ തിരിച്ചങ്ങോട്ട് അയച്ചത്. ഈ ബാലന്റെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ ആ ഉദയഭാനു ചിലപ്പോ ഇന്ന് ജീവനോട് ഇരിപ്പുണ്ടാവില്ല. നിർത്തടോ. രാമേട്ടാ, വേണ്ട. കുഴപ്പക്കാരനായ മുതലാളിയെ വെള്ളപൂശാൻ നോക്കുകയാണല്ലേ? എത്രയൊക്കെ താൻ വെള്ള പൂശിയാലും ശരി, കുറെ കാലത്തേക്ക് മുതലാളിയും മോനും വെളിച്ചം കാണത്തില്ല. മേഡം ഇതൊരു കള്ളപ്പരാതിയാ. പച്ച കള്ളങ്ങൾ പറഞ്ഞിട്ട് അവർ ഈ വിവാഹം നടത്തിയത്. മേഡത്തിന് സ്റ്റേഷനിൽ കൊണ്ടുപോയി പറ്റുമെന്നാണെങ്കിൽ ഞാൻ വരാം. അച്ഛനെ സ്റ്റേഷനിൽ കോടതിയിലും കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. അത് ശരി, തന്റെ അനുവാദം വാങ്ങിയിട്ടാണോ പോലീസ് നിയമം നടത്തുന്നേ? രണ്ടുപേരും വന്ന് ജീപ്പിൽ കയറും. CA ആൻ മാത്യു മേഡം അവിടെ കാര്യങ്ങൾ ചോദിക്കും. അപ്പൊ പറഞ്ഞാ മതി വിശദീകരണമൊക്കെ. മാഡം, ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഞങ്ങളെക്കുറിച്ച് അറിയാവുന്നവർക്കും അതറിയാം. എന്തായാലും പരാതി എന്ന സ്ഥിതിക്ക് സ്റ്റേഷനിൽ വന്നേ പറ്റൂ. ഞങ്ങൾ ഞങ്ങളുടെ വാഹനത്തിൽ അങ്ങ് എത്തിക്കോളാം. എന്ത്? ഞങ്ങളുടെ വാഹനത്തിൽ എത്താന്നോ? പോലീസ് സ്റ്റേഷനിലോട്ട് ടൂറ് പോവാണോ? അതിന് നിങ്ങളുടെ പെട്രോൾ ചെലവാക്കണ്ട, സർക്കാർ വാഹനമുണ്ട്. സ്ത്രീ പീഡനക്കാരെ എന്ത് ചെയ്യണോന്ന് പോലീസിനറിയാം. പോലീസ് ജീപ്പിലിരുത്തിയാ കൊണ്ടുപോകുന്നത്. വന്ന് വണ്ടി കയറി. മാഡം, ഇവരോട് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. മഹാഭാവമാണ് മാഡം. മാഡത്തിന് ബാലിനെ അറിയാത്തതുകൊണ്ടാ. ശരിയല്ലാത്ത ഒരു വാക്ക് പോലും പറയാത്ത മനുഷ്യനാ ബാലൻ. മാഡം, ആനന്ദും അതുപോലെ തന്നെ. നിർത്തണോ? കുറെ നേരമായി വളാന്നങ്ങ് തുടങ്ങിയിട്ട്. ഞങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയാ തന്നെയും തൂക്കി അകത്ത് കൊണ്ടുപോകും. തന്റെ മുതലാളിക്ക് ഒരു കൂട്ടാവട്ടെ. ഇങ്ങോട്ട് വാ. മാഡം, ഞങ്ങൾ വരാം. ആനന്ദേ, വാ. ഇങ്ങോട്ട് വാ. മാഡം, ഞങ്ങൾ വരാം. ആനന്ദേ, വാ. തെറ്റിയാത്ത നമ്മള് ആരെ പേടിക്കാനാ? നമുക്ക് പോലീസ് ജീപ്പിൽ തന്നെ പോവാം. വിലങ്ങ് വെക്കണമെങ്കിൽ അതും ആവാം. വന്ന് കേറടോ. മേഡം, മാഡം, 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 ഇവരെ കൊണ്ടുവരുന്നു മാഡം. പ്ലീസ് മാഡം, ഞാൻ പോയോ? മാഡം, മാഡം, ഇയാളെ പിടിച്ച് മാറ്റടോ, എന്നിട്ട് അവരെ പിടിച്ച് ആക്കി. മാറി നിൽക്കണം.
ഓ കേറ്. കേരളോ അച്ഛാ സാറേ, ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഇവിടെ ആരും അവളെ ഉപദ്രവിച്ചിട്ടില്ല. ദേ, അത് കെട്ടിച്ചമച്ച പരാതിയാ. അതൊക്കെ അന്വേഷിച്ചിട്ട് തീരുമാനിക്കാം. ഇപ്പൊ നിങ്ങള് ഞങ്ങളുടെ കൂടെ വരണം. ഞാൻ അങ്ങോട്ടും വരില്ല. നിങ്ങളോട് വരാനാ പറഞ്ഞത്. ആദ്യം ദേവി എന്റെ മുന്നിൽ വന്ന് നിൽക്കട്ടെ. അപ്പച്ചി, ഞാൻ അവളെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നും ഉപദ്രവിച്ചിട്ടുണ്ടെന്നും എന്റെ മുഖത്ത് നോക്കി അവള് പറയട്ടെ. അന്നേരം ഞാൻ വരാം. പരാതിക്കാരിയെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യേണ്ട ബാധ്യത പോലീസിനില്ല. അവൾക്കത് പറയാൻ കഴിയില്ല സാറ്. എന്റെ സ്വന്തം മോളെ പോലെ ഞാൻ അവളെ നോക്കിയത്. അവളുടെ കണ്ണു നിന്നറിഞ്ഞ എനിക്ക് സഹിക്കില്ലായിരുന്നു. എന്നിട്ടിപ്പോ ഞാൻ അവളെ പീഡിപ്പിച്ചു എന്ന്. നിങ്ങളുടെ ഭാഗം സ്റ്റേഷനിൽ വെച്ച് പറയാം. എന്റെ ഭാഗം പറയാൻ ഞാൻ എന്തിനാ സ്റ്റേഷനിൽ വരുന്നത്? ചെയ്തിട്ടില്ലാത്ത തെറ്റിന് ഞാൻ എന്തിനാ നിങ്ങളുടെ മുമ്പിൽ കുറ്റവാളിയെ പോലെ നിൽക്കുന്നത്? കുറ്റവാളിയാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. പരാതിയുണ്ട്, അന്വേഷിക്കണം. ആരെങ്കിലും എന്തെങ്കിലും എഴുതി കൊടുത്താൽ മതി, ഉടനെ ഒരു വീട്ടിൽ കയറി വന്ന് സ്ത്രീകളെ പിടിച്ചോണ്ട് പോവോ? നിയമം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നിങ്ങൾ പഠിപ്പിക്കണ്ട. നിയമം നീതി കാണിക്കാനല്ലേ, അല്ലാതെ കള്ളം പറയുന്നവരുടെ കൂടെ നിന്ന് നിരപരാധികളെ അപമാനിക്കാനല്ലല്ലോ. വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ സത്യമാണ് പറയുന്നത്. ദേവി ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ല. അവളുടെ അച്ഛനും അമ്മയും ചേർന്നാ ഞങ്ങളെ കുടുക്കിയത്. അപ്പച്ചി, നീ മിണ്ടാതിരിക്കും ഇത്ര. നമ്മൾ അവളെ എങ്ങനെയാ നോക്കിയെന്ന് നീയും കണ്ടതല്ലേ? കണ്ടു, എല്ലാം ഞാൻ പറയാം. പിന്നെ നമ്മൾ എന്തിനാ ഇവരുടെ കൂടെ പോകുന്നത്? അന്വേഷണം നടക്കേണ്ടതല്ലേ അപ്പച്ചി? ഞാൻ പോവില്ല. ദേവി വന്ന് എന്റെ മുഖത്ത് നോക്കി പറയാതെ ഈ വീടിന്റെ പടി ഞാൻ ഇറങ്ങില്ല. ഇവരെ എല്ലാരെയും പിടിച്ച് വണ്ടി കയറ്റ്. എന്റെ മക്കളുടെ ദേഹത്ത് ആരും കൈവെക്കരുത്. എന്ന മര്യാദയ്ക്ക് കൂടെ വരണം. ഇല്ലെന്ന് പറഞ്ഞില്ലേ? തൊടരുത്. അവസാനമായിട്ട് ചോദിക്കുക, മര്യാദയ്ക്ക് വന്ന് ജീപ്പി കയറുന്നോ അത് തൂക്കിയെടുത്തുകൊണ്ട് പോണോ? എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട, പേടിക്കണ്ടാലോ. അപ്പച്ചി വാ. മിത്ര, നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ. കള്ളപ്പരാതിയാണെന്ന് തെളിയും. പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നേ? നമുക്ക് പോവാം. ബാക്കിയൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. വാ അപ്പച്ചി. മിണ്ടാതിരിക്കും. ഞാൻ വരാം. പക്ഷെ ചെയ്തിട്ടില്ലാത്ത ഒരു തെറ്റ് എന്റെ തലയിൽ കെട്ടിവെക്കാന്ന് ആരും കരുതണ്ട. അതൊക്കെ സ്റ്റേഷനിൽ പറയാം. അവിടെ ഇത് തന്നെ എനിക്ക് പറയാനുള്ളത്. ദേവിയെ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. എന്റെ കുടുംബത്തിലെ ആരും അവളെ ഉപദ്രവിച്ചിട്ടില്ല. ദാ. ഗോമതി, ഗോമതി, ഇവരെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? അയ്യോ മോളെ, എന്താ പറ്റിയേ? അമ്മ, അമ്മ, ദേവിയുടെ വീട്ടുകാരൻ ഞങ്ങൾക്കെതിരെ പരാതി കൊടുത്തമ്മ. അവളെ ഞങ്ങൾ ഇവിടെ ഉപദ്രവിച്ചെന്ന പരാതി. ഇവര് ഞങ്ങളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാ. ഈശ്വര സാറേ, ഇതൊന്നും സത്യമല്ല. ഗോമതി ദേവി ഉപദ്രവിച്ചെന്നോ? നിങ്ങളാരാ? ഞാനിവളുടെ അമ്മയാ. ഇവിടെയാണോ താമസം? അല്ല, ദാ ആ കാണുന്നതാ എന്റെ വീട്, കൃഷ്ണമംഗലം. ഇവർക്കെതിരെ പരാതിയുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കാനാ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. സത്യമല്ലാത്ത കാര്യങ്ങൾക്ക് എന്ത് അന്വേഷണമാ? ദേവി ഇങ്ങനൊരു പരാതി കൊടുത്തു എന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അവൾ അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കള്ളോ? കള്ളമാണോ സത്യമാണോ എന്ന് ഞങ്ങൾ അന്വേഷിച്ചു തീരുമാനിക്കാം. അന്വേഷിച്ചോളൂ.
ഈ നാട്ടിൽ ആരോട് വേണമെങ്കിലും ചോദിച്ചോളൂ. എന്റെ മോള് ഒരു മനുഷ്യനെ പോലെ അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കില്ല. ഈ വീട്ടിലെ മരുമക്കളെ ഇവള് മരുമക്കളായിട്ടല്ല കണ്ടിട്ടുള്ളത്, സ്വന്തം മക്കളെ പോലെയാ നോക്കിയത്. ദാ ഈ മിത്രയോട് ചോദിക്കേ, ഇവള് ഈ വീട്ടിലെ മരുമോളല്ലേ, ഇവക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോന്ന് ചോദിക്കേ. മാഡം, അപ്പച്ചൻ ഞങ്ങളോട് ഒരിക്കൽ പോലും മോശമായിട്ട് പെരുമാറിയിട്ടില്ല. ഡോ, തന്റെ കാര്യമല്ലല്ലോ ഇപ്പൊ അന്വേഷിക്കുന്നത്. മിത്രയോട്, മീനുവിനോട്, അനുശ്രീയോട് എങ്ങനെയാണോ പെരുമാറിയത് അതുപോലെ തന്നെയാ ഗോമതി ദേവിയോടും പെരുമാറിയിട്ടുള്ളത്. ഒരു വേർതിരിവും അവള് കാണിച്ചിട്ടില്ല. ദേവിയോട് കുറച്ച് കൂടുതൽ സ്നേഹം കാണിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ള ഗോമതി ദേവിയെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞ ആരാ വിശ്വസിക്കുന്നത്? നിങ്ങളുടെ മകളെ കുറിച്ച് നിങ്ങൾ മോശമായിട്ട് പറയില്ല, അത് സ്വാഭാവിക. അതുകൊണ്ടല്ല സാറേ, സത്യം ആയതുകൊണ്ടാ ഞാൻ പറയുന്നത്. സത്യം അന്വേഷിക്കാനാ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ തടസ്സം നിൽക്കരുത്. നിങ്ങളുടെ മകൾക്ക് വേണ്ടി കാല് പിടിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നു. എന്റെ മുമ്പിൽ കൈകൾ കൂപ്പാനും നിങ്ങൾ തയ്യാറാവുന്നു. ഇതുപോലൊരു പെൺകുട്ടി തന്നെയായിരുന്നു ദേവിയും. അവൾ ഇവിടെ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്ന് അമ്മയ്ക്കറിയാമോ? പോലീസ് സ്റ്റേഷനിൽ ഇതാണ് ഇവന്റെ സ്വഭാവമെങ്കിൽ നിന്റെ വീട്ടിൽ വെച്ച് ആ പാവം പെണ്ണിനോട് നീ എന്തൊക്കെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ഉദേട്ടാ, ഞാൻ വിചാരിക്കുന്നത് പോലെ തന്നെയാ കാര്യങ്ങൾ നീങ്ങുന്നത്.